സംസ്ഥാനത്ത് അതിവേഗ തീവണ്ടി വരുമെന്ന കാര്യത്തിൽ ഉറപ്പായി. പക്ഷേ അത് പിണറായിയുടെ തീവണ്ടിയാണോ ശ്രീധരൻ്റെ തീവണ്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ അതിവേഗ റെയിൽ, കെ റെയിൽ, RR റെയിൽ ഈ തരത്തിൽ കേരളത്തിൽ കുറേ കാലങ്ങളായി നിരന്തരമായിട്ടുള്ള പ്രചരണമാണ്. ഇപ്പോൾ കെ റെയിൽ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരന്ന് പറഞ്ഞത്. തത്വത്തിൽ അംഗീകാരം, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏതൊരു സംസ്ഥാനവും ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻപിലേക്ക് കൊടുത്താൽ അത് ഏത് പ്രോജക്റ്റാണെങ്കിലും സ്വാഭാവികമായും അത് ആ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതാഘാത പഠനം നടത്താനായിട്ടുള്ള പ്രാഥമിക നടപടികൾ ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ കെ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള DPR തയ്യാറാക്കുകയോ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയോ അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളെ സംബന്ധിച്ചോ ഒന്നും ഒരു പ്രോജക്റ്റും ഇല്ലാതെയാണ് മഞ്ഞക്കുറ്റി ഇടാനായിട്ടുള്ള പ്രോസസ്സ് തുടങ്ങിയത്. അതായത് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ വിജ്ഞാപനവും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളും ലാൻഡ് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്നത്, അക്വിസിഷനായിട്ടാണോ ഏറ്റെടുക്കുന്നത്, പർച്ചേസ് ആയിട്ടാണോ, ഏത് തരത്തിലാണ്, ഇതിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതിനു മുൻപ് തന്നെ ഈ സർവേ, ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയത്ത് തന്നെ DPRന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ തന്നെ അതിൽ ലാൻഡ് അക്വിസിഷൻ്റെ പ്രൊസീജിയർ നടത്തി എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി അത് സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റിപ്പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. കേരളത്തിൽ ഈ അതിവേഗ റെയിൽ അല്ലെങ്കിൽ കെ റെയിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പദ്ധതി, അത് തുടങ്ങുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പ്രചരണം നടത്തുക എന്നുള്ളതാണ് സർക്കാർ കണ്ട ഒരു വലിയ രാഷ്ട്രീയം. ഞങ്ങളൊരു 1 ലക്ഷം കോടി രൂപയ്ക്ക് ഒരു വലിയ പദ്ധതി കൊണ്ടുവരുന്നു, അതിന് കേന്ദ്ര ഗവൺമെൻറ് തടസ്സം നിൽക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വാദം. അതിന് ഫണ്ട് അലോക്കേഷനില്ല, ബജറ്റ് അലോക്കേഷനില്ല, അത് നടപ്പാക്കാനായിട്ടുള്ള DPR ഇല്ല, ഏത് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നില്ല, ഒരു പദ്ധതിയുമില്ല. പക്ഷേ ഇത് പ്രഖ്യാപിക്കുകയാണ്, കെ റെയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ജനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒരു വലിയ പദ്ധതിയുമായി വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് മുടക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ വരുന്നത്. അതിലൊരു വാസ്തവമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് അത് മുന്നോട്ട് പോകാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ DPR അടക്കമുള്ള പദ്ധതികൾ കോടതിക്ക് മുൻപിലെത്തിച്ച് ഞങ്ങളിതിൻ്റെ പ്രോസസ്സിലേക്ക് പോകുന്നു എന്ന് പറയണമായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല, നടക്കുന്നില്ല, നടന്നില്ല. അപ്പോൾ അതിലൊരു നല്ല കളവ് പറയുകയോ അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളുടെ മുകളിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയോ ഒക്കെ മുകളിൽ പഴി ചാരിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ പ്രോജക്റ്റിന് കേന്ദ്രം തടസ്സം നിൽക്കുന്നു എന്ന പ്രചരണം നടത്തുക. അതിനുശേഷം ബഹുമാനപ്പെട്ട ശ്രീധരൻ്റെ നേതൃത്വത്തിൽ നേരത്തെ കുറച്ച് കാലങ്ങളായി ആ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. റെയിൽവേയുടെ സ്ഥലത്തു കൂടി തന്നെ ഒരു അതിവേഗ റെയിൽ പ്രോസസ്സ് നടത്തുക എന്നുള്ളത്, അതിനുള്ള 3ാമത്തെ പാളം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അതിവേഗ റെയിലിൻ്റെ സാധ്യതകൾ ആരായുക എന്നൊക്കെയുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് നമ്മുടെ ഉള്ള റെയിൽപാതയെ അതിൻ്റെ വളവുകളൊക്കെ നിവർത്തി കയറ്റിറക്കങ്ങളൊക്കെ നേരെയാക്കി ഈ വന്ദേ ഭാരത് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ അതിവേഗ തീവണ്ടി വന്ന സമയത്ത് റെയിൽ അതനുസരിച്ചിട്ട് ആ സ്പീഡാകുന്ന ട്രെയിൻ, ഇപ്പോൾ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ വരുന്ന സമയത്ത് റെയിലിൻ്റെ റീഅലൈൻമെൻറ്റ് അല്ലെങ്കിൽ റെയിൽ പാളങ്ങളുടെ പ്രോസസ്സിൻ്റെ റീഅലൈൻമെൻറ്റ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലക്രമേണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും റെയിൽവേ മന്ത്രാലയമാണെങ്കിലും ഒക്കെ കേരളത്തിന് റെയിൽവേയുമായി ചേർന്നുകൊണ്ട് ഒരു 3ാം പാളം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു 3rd ലൈൻ കൊണ്ടുവന്ന് അതിലൂടെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ പ്രോസസ്സിനെ സംബന്ധിച്ച് ഒരു ആലോചന നടക്കുകയും പ്രപ്പോസൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോയതാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനോട് താല്പര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു ഇൻകം ഷെയറിംഗ് പ്രോസസ്സായി മാറും എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിന് ഇൻകം കിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാനം അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനും വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് സ്വാഭാവികമായും ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ലാൻഡ് അക്വിസിഷൻ എന്നുള്ളത് മിനിമൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഏകദേശം 10% താഴെ മാത്രമേ ആകെ ആവശ്യമുള്ള ഭൂമിയുടെ പിന്നെ ഏറ്റെടുക്കലിൻ്റെ ആവശ്യമുള്ളൂ. മറ്റത് 100% ലാൻഡ് ഏറ്റെടുത്തിട്ട് വേണം പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ലാൻഡ് അക്വിസിഷന് വേണ്ടി വരുന്ന പണം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അത് ഒഴിവാക്കാം എന്നുള്ള പ്രോസസ്സ് അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ശ്രീമാൻ ശ്രീധരൻ കൊണ്ടുവരുന്ന പദ്ധതിയും ഏതാണ്ട് സമാനമായിട്ടുള്ള തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ റെയിൽവേയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗ റെയിൽപാത കൊണ്ടുവന്ന് അതിൽ പുതുതായി എവിടെയാണോ പാളങ്ങളും പാലങ്ങളും റെയിൽപാതകളും ഒക്കെ തീർക്കേണ്ടത് അത് പുതിയതായി തീർത്തുകൊണ്ട്
അതിൽ കൂടുതൽ വേഗത്തിൽ ട്രെയിൻ പോകാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലേക്ക് റെയിൽവേ പദ്ധതി കൊണ്ടുപോവുക, അതിവേഗ റെയിലിൻ്റെ പദ്ധതി കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും ശ്രീ ഇ ശ്രീധരൻ നടത്തിയിട്ടുള്ള അഭിമുഖത്തിൻ്റെ എല്ലാം വാർത്തകളും ചിത്രങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പദ്ധതിക്ക് ബദലാണെന്നും അത് സംസ്ഥാനത്തിനെതിരാണെന്നും ധരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ RR പദ്ധതിയുമായി സർക്കാർ വരുന്നത്. അതിവേഗ റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊണ്ടുവരാൻ ഇപ്പോൾ ആലോചിക്കുന്ന പദ്ധതി ഞങ്ങൾ 1 ലക്ഷം കോടി രൂപയ്ക്ക് വീണ്ടും കൊണ്ടുവരും. ഇത് ആരെ പറ്റിക്കാനാണ്? എന്ത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്? അതിനുവേണ്ടി 100 കോടി രൂപ മാറ്റിവെക്കും എന്നാണ് സംസ്ഥാന ബജറ്റിൽ പറയുന്നത്. 4 ഘട്ടങ്ങളിലായി ഞങ്ങൾ പൂർത്തിയാക്കും. ഏത് കാലഘട്ടത്തിൽ, എപ്പോൾ, എന്തിനു വേണ്ടി? ഇതൊക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരണം നടത്താം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രോജക്റ്റ് പ്രോസസ്സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലൈൻമെൻറ്റോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു DPRO അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടത്താൻ പോകുന്ന പദ്ധതിയുടെ ഒരു പ്രോസസ്സ് ഉണ്ടാകണമല്ലോ. അതൊന്നും ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ്. പക്ഷെ ഗവൺമെൻറ് പറയുന്നത്, ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്നത് ഇത് ഞങ്ങൾ നടപ്പാക്കും. ആയിക്കോട്ടെ, ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ശ്രീധരൻ എന്ന് പറയുന്ന രാജ്യം ഒട്ടാകെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ നോഹൗ എന്ന് പറയുന്നത് പാമ്പൻ പാലം മുതൽ നമ്മൾ എത്രയോ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ നോഹൗ നമ്മൾ കണ്ടതാണ്. കൊച്ചി മെട്രോ അടക്കം, DMRC അടക്കം. അപ്പം രാജ്യത്തെ ഏതാണ്ട് എല്ലാ മെട്രോകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് അദ്ദേഹം. അപ്പോൾ DMRC വഴി അതിൻ്റെ പ്രോസസ്സിലേക്ക് വീണ്ടും പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് സർക്കാരിനേക്കാൾ ഇ ശ്രീധരനെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സർക്കാർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നുവെങ്കിൽ കേരളിന് പകരമായ പദ്ധതി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതിയുമായി മുന്നോട്ട് പോകണമായിരുന്നു. അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങൾക്ക് പകരം ഇ ശ്രീധരൻ കൊണ്ടുവരുന്നത് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഒരു സർക്കാരിനേക്കാൾ കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പദ്ധതിയായി കാണുന്നത് ഇ ശ്രീധരൻ പറയുന്ന പദ്ധതിയാണ്. അതിന് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, അതിപ്പം ഒരുപക്ഷെ ബജറ്റിൽ വന്നേക്കുമോ? നാളെ ബജറ്റ് എനിക്ക് തോന്നുന്നില്ല. യാതൊരു സംശയവും അതിനകത്ത് ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് കാരണം സ്വാഭാവികമായും കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ ഇ ശ്രീധരനുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കിട്ടാതെ അദ്ദേഹം ഇത്രയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ വരാൻ പോകുന്ന ബജറ്റിൽ, നാളെയൊക്കെ ആയിട്ട് വരാൻ പോകുന്ന ബജറ്റിൽ ഒരുപക്ഷെ അതിൻ്റെ ഒന്നുകിൽ പൂർണ്ണമായിട്ടുള്ള പ്രഖ്യാപനമുണ്ടാകാം, ഇനി അതല്ലെങ്കിൽ അതിന് വേണ്ട പ്രാഥമികമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമുണ്ടാകാം. അതേത് തരത്തിലാണെന്നുള്ളത് നമുക്ക് ബജറ്റ് വന്നാലേ അറിയാൻ വേണ്ടി കഴിയും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രാലയവുമായി ചേർന്നുകൊണ്ടുള്ള പ്രോജക്റ്റാണ് എന്നുണ്ടെങ്കിൽ, സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയോ സംസ്ഥാനത്തിൻ്റെ അനുമതി വേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാമമാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അതിനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിനൊരു വലിയ സുവർണ്ണ കാലഘട്ടമായിരിക്കും റെയിൽവേയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ നെടുനീളത്തിൽ കേരളത്തിൽ ഒരു വലിയ അതിവേഗ റെയിൽ സംവിധാനം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽ ഗതാഗതം ഒരു ആഗോള നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തിന് അതിനുള്ള പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മുടെ മറ്റ് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രാജ്യത്തെ എല്ലാ വികസനത്തിൻ്റെ ഭാഗമായും കേരളം പിന്നീട് മാറാൻ വേണ്ടി പോവുകയാണ്. അതിവേഗത്തിൽ നമുക്ക് കർണാടകയുമായിട്ടാണെങ്കിലും തമിഴ്നാടൊക്കെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അതിവേഗ റെയിലിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇതിനെ സംസ്ഥാനം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനം ഇതിനോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ, ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ പുറത്ത് പറയുന്നത്, റെയിൽവേ ചുമതലയുള്ള മന്ത്രിയൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളറിഞ്ഞാലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇതൊരു പ്രോജക്റ്റ് എന്നുള്ള നിലക്ക്, റെയിൽവേ പദ്ധതി എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് നടപ്പായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നാഷണൽ ഹൈവേയുടെ വികസനം എത്രയോ വർഷം, 30 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേയുടെ പദ്ധതിയാണ് നടപ്പായത്. കൊല്ലം ബൈപ്പാസ് 35 കൊല്ലത്തിലധികം മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. ആലപ്പുഴ ബൈപ്പാസ് 25 കൊല്ലത്തിലധികം മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 60,000 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് അതുപോലെ തന്നെ മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ബൈപ്പാസുകളുടെ കാര്യത്തിലൊക്കെ കേരളത്തിന് കിട്ടിയിട്ടുള്ള വലിയ സാധ്യത,
ആ വികസനത്തിൻ്റെ സാധ്യത നോക്കിക്കണ്ടാൽ ഒരു തർക്കവും നമുക്ക് ആ കാര്യത്തിനകത്തില്ല. ഈ ശ്രീധരൻ പറയുന്നത് 100-ൽ 110% നടപ്പാക്കാൻ പോകുന്ന റെയിൽവേയുടെ അതിവേഗ റെയിൽ പദ്ധതിയാണ്. അതിനൊരു തർക്കവുമില്ല. അത് നടപ്പായാൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. സംസ്ഥാനത്തിനുള്ള ലാഭം മാത്രമാണ്. കേരളത്തിൽ ഇത്രയും സ്പീഡിൽ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തേക്ക് എത്താൻ 2 മണിക്കൂർ മതി, ചില സാധനങ്ങളൊക്കെ വിൽപ്പന നടത്താൻ വളരെ എളുപ്പമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ആ പ്രോസസ്സ് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നടപ്പാക്കുമ്പോൾ കേരളം അതിൽ മുഖം തിരിച്ച് നിൽക്കണോ? കേരള സർക്കാർ മുഖം തിരിച്ച് നിൽക്കണോ? കേരള സർക്കാർ അതിനോട് തെറ്റായ നിലപാട് സ്വീകരിക്കണമോ? ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. പക്ഷേ അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഒരു സംശയവും ആ കാര്യത്തിൽ ജനങ്ങൾക്കും നമുക്കും വേണ്ട. അത് ഈ ശ്രീധരൻ വഴി നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. അതിന് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് വരും. ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങളിലേക്ക് എത്തും. ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.